എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പച്ചവെളിച്ചത്തിൻ്റെ ഒരു ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഒരു ലൈവിൽ 8 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണവും പറഞ്ഞിരുന്നു. ബേബി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ആ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പറയാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ലൈവിൽ വന്നിട്ടുള്ളത്. നമ്മളെ മനസാക്ഷിയെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ബേബി മെമ്മോറിയല് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വസ്തുതകൾ പല കാര്യങ്ങളാണ് പല രീതിയിലും പുറത്തു വരുന്നത്. എനിക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. കുട്ടി കളിക്കുന്ന സമയത്ത് കുറേ നീണ്ട കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് കുട്ടി ജനിക്കുന്നത്. കുട്ടിക്ക് 1.5 വയസ്സിൻ്റെ അടുത്താണ് പ്രായം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്ന കുട്ടിയോട് പൊതുവെ വലിയ തരത്തിലുള്ള ഒരു പരിഗണന, സ്നേഹമൊക്കെ നമ്മളെ മാതാപിതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും, ബന്ധുക്കൾ മൊത്തത്തിലുണ്ടാവും. അങ്ങനെയുള്ള ഒരു കുട്ടി, നീണ്ട കാത്തിരിപ്പിന് ശേഷം അവർക്ക് ലഭിച്ച പൊന്നുമോനാണ് ആ കുട്ടി. ആ കുട്ടി കളിക്കുന്ന സമയത്ത് ഒന്ന് വീണു. ചെറിയ രീതിയിൽ ഈ കീഴ്ത്താടിയുടെ താഴെ ചെറിയ പരിക്ക് പറ്റി. അങ്ങനെ തൊട്ടടുത്ത മാതമംഗലം എരമത്താണ് സ്ഥലം, മാതമംഗലത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കുട്ടിയെ ഒരു 12 മണിക്ക് മുമ്പ് അവിടെ കാണിച്ചു. പരിക്ക് പറ്റിയ ഉടനെ തന്നെ ആളുകൾ കൊണ്ടുപോയി. നമ്മൾക്കറിയാം, നമ്മൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് പലപ്പോഴും വീഴും. നമ്മുടെ എല്ലാം തലമുറയിൽപ്പെട്ട കാലഘട്ടത്തിലൊക്കെ പറഞ്ഞാൽ അങ്ങനെ വീഴും. അതിന് നമ്മുടെ ചില പൊടിക്കൈകളാണ്. അന്ന് ഇന്നത്തെ പോലെ ആശുപത്രി സൗകര്യങ്ങൾ ലഭ്യമല്ല, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രത്യേകിച്ചില്ല. അതിനൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ ആളുകൾ ചെറിയ പരിക്കൊക്കെ നമ്മൾ തന്നെ ചികിത്സിക്കും. പിന്നെ വരുന്ന പരിക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ലഭ്യമായ ഡോക്ടർ AR പൈ, കുപ്പാടക്കൻ ഡോക്ടർ, മോഹൻ രാമദാസ്, ഷണായി ഡോക്ടർ, അങ്ങനെയുള്ള നമ്മുടെ പയ്യന്നൂരിലെ ഡോക്ടർമാർ, അന്നത്തെ ഡോക്ടർമാരെയൊക്കെ കാണിക്കും. അവരൊക്കെ കൃത്യമായിട്ട് അതൊക്കെ ചികിത്സിക്കും. അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ പിന്നീട് വരാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവര് തൊട്ടടുത്ത മാതമംഗലം ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഡോക്ടർ ഒരു നിർദ്ദേശപ്രകാരം അത് എന്ന് വെച്ചാൽ ബ്ലഡ് ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് അത് കുറച്ചും കൂടെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ വളരെ അത്യാവശ്യം കഴിവുള്ള ഒരു ഡോക്ടർക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം മാത്രമാണ് ആ കുട്ടിയുടെ മുറിവ് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാർ അവിടുന്ന് അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇവരുടെ അഭിപ്രായ പ്രകാരം എന്താണെന്ന് അറിയില്ല, അവിടുന്ന് കുറച്ചും കൂടെ സൗകര്യമുള്ള പയ്യന്നൂരിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പയ്യന്നൂരിലെ വലിയൊരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അങ്ങനെ 12 മണിയോടുകൂടി ഈ കുട്ടിയെയും കൊണ്ട് അവരുടെ ആൾക്കാർ, ബന്ധുക്കൾ ഹോസ്പിറ്റലിലെത്തി. ആദ്യം ഈ കുട്ടിയെ കാണിക്കുന്നത് പെഡിയാട്രിഷ്യൻ, കുട്ടികളുടെ വിദഗ്ധനാണ്, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് പെഡിയാട്രിഷ്യനാണ് കാണിക്കുന്നത്. അവിടെ കാണിച്ചു. അതിനുശേഷം അവരുടേതായ ചില കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബേബി മെമ്മോറിയലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ നിയന്ത്രിക്കുന്നത് ഡോക്ടർമാരല്ല, അവിടെ ഒരു മെഡിക്കൽ സൂപ്രണ്ട്, അങ്ങനെ ഡോക്ടർമാർക്കല്ല അവിടെ മേൽക്കൈ. ഇതൊരു മൾട്ടി നാഷണൽ കമ്പനി നടത്തുന്നത് പോലെ ഒരു അമേരിക്കൻ കമ്പനി നടത്തുന്ന ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളുമുള്ള ഒരു ആതുരാലയമാണ്, ഹോസ്പിറ്റലാണ്, അറവശാലയാണ്. എന്താണ് പറയേണ്ടത് വെച്ചാൽ അത് പറയാം. അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടെ ഉണ്ടായത്. അവിടെ വരുന്ന സമയത്ത് ഇവരെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ സിഇഒയും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടീമുമാണ്. അവർ രോഗികളെ വിളിക്കുക പേഷ്യന്റ് എന്നല്ല, കസ്റ്റമർ എന്നാണ്. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള അറവിന് മാത്രം, എന്നാൽ ചികിത്സയോ തുച്ഛമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന രീതിയിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഈ കുട്ടിയുടെ പാരന്റ്സ് വിദഗ്ധ ചികിത്സ ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടുപോയത്. 12 മണിക്ക് അവിടെ എത്തി, പെഡിയാട്രീഷ്യനെ കണ്ടു. അതിനുശേഷം കുട്ടിയുടെ ഞാൻ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, 12 മണി മുതൽ 6 മണി വരെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. 6 മണിക്കാണ് കുട്ടിക്ക് അനസ്തീഷ്യ, അവസാന ഘട്ടത്തിലാണ്. ഈ അനസ്തീഷ്യ ഡോക്ടറെ മാത്രം പഴിചാരിക്കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. കാരണം അനസ്തീഷ്യയിലേക്ക് എത്തുന്നത് പെഡിയാട്രിഷ്യൻ കണ്ടു. അതിനുശേഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു പരിക്ക് പറ്റിയാൽ, ചെറിയ മുറിവ് പറ്റിയാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട സ്രോതസ്സാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് പ്ലാസ്റ്റിക് സർജറി നിർദ്ദേശിക്കപ്പെട്ടു. അന്നേരം പ്ലാസ്റ്റിക് സർജൻ ഇല്ല. പ്ലാസ്റ്റിക് സർജൻ അവിടെ എത്തി.
3 സ്ത്രീകളായ ഡോക്ടർമാർ, പെഡിയാട്രീഷ്യൻ സ്ത്രീയാണ്, പ്ലാസ്റ്റിക് സർജൻ സ്ത്രീയാണ്, അനസ്തീഷ്യ കൊടുത്തത് സ്ത്രീയാണ്. അങ്ങനെ പെഡിയാട്രീഷ്യനും പ്ലാസ്റ്റിക് സർജന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കുട്ടിക്ക് സർജറി നടത്താൻ വേണ്ടി, പ്ലാസ്റ്റിക് സർജറി നടത്താൻ വേണ്ടിയിട്ട് അനസ്തീഷ്യ കൊടുക്കുന്നത്. അങ്ങനെ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അറിഞ്ഞിടത്തോളം കുട്ടിക്ക് പെട്ടെന്ന് കോൺഷ്യസ് ആയ അവസ്ഥയിൽ നിന്ന് അൺകോൺഷ്യസിലേക്ക് പോകുന്നു, കുട്ടിയുടെ കണ്ണൊക്കെ മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു പതറ്റിക് ആയിട്ടൊരു കണ്ടീഷൻ അവിടെ ഉണ്ടായതോടു കൂടിയാണ് 6 മണിയോടുകൂടി ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. എവിടത്തേക്ക്? ഇവരുടെ തന്നെ ബേബി മെമ്മോറിയലിലെ ആംബുലൻസ് വിളിച്ച് വരുത്തി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ പറയാനുള്ള കാര്യം, ഇങ്ങനെയുള്ള ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുള്ള കീഴ്ത്താടിക്ക് പരിക്ക് പറ്റിയ കുട്ടിക്ക് എന്തുകൊണ്ട് ഇവര് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് സജസ്റ്റ് ചെയ്തു? ആ ഒരു കാരണം വളരെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതാണ് ഇവരുടെ കച്ചവട താല്പര്യം എന്ന് പറയുന്നത്. കാരണം ആയിരങ്ങൾ, ചെറിയൊരു 1-2 രൂപക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ 10,000 എനിക്ക് തോന്നുന്നു 10-40,000 രൂപയോളം പ്ലാസ്റ്റിക് സർജറിക്ക് അവിടെ ഈടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. ഞാൻ വിവരങ്ങൾ വെച്ചാണ് പറയുന്നത്. 1-2 രൂപക്ക് ചെയ്യേണ്ടുന്ന ഒരു സാധനം ഇവരുടെ കച്ചവട താല്പര്യാർത്ഥം അവിടുത്തെ കുട്ടിയുടെ കൂടെ പോയ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് നയിക്കുന്നത്. അതാണ് ഇവരുടെ കയ്യിൽ നിന്ന് പോയത്. ഒരു കുട്ടിയെ നമ്മുടെ പയ്യന്നൂരത്തിലെ ഡോക്ടർമാരെ കുറിച്ച് പച്ചവിളിച്ച് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം കൃത്യമായിട്ട് അവർ പരിശോധിക്കുന്നില്ല. 100-200ഓളം ടോക്കൺ കൊടുക്കുന്ന സംവിധാനമുള്ള ഹോസ്പിറ്റലുണ്ട്. ഒന്നും ചോദിക്കാറില്ല. എന്താണ് നിങ്ങളെ അസുഖം എന്താണെന്ന് ചോദിക്കാറില്ല. എന്തെങ്കിലും 1-2 കാര്യങ്ങൾ ചോദിച്ചാലായി ഉടനെ തന്നെ അവരെ എടുത്തിട്ട് ഇങ്ങനെ കൃത്യമായി അവരെ ഡയഗ്നോസിസ് ചെയ്യാറില്ല, പരിശോധിക്കാറില്ല, തൊട്ടു നോക്കാറില്ല. ഇവർ അന്നേരം തന്നെ ഗുളിക എഴുതാൻ തുടങ്ങി ഇവരുടെ ചാത്തൻ മരുന്ന് എഴുതുന്ന ഒരു രീതി. ഇതിനെതിരായിട്ട് നിരവധി തവണ കൃത്യമായിട്ട് വാർത്തകൾ നൽകി അതിനെതിരെ പോരാട്ടം സംഘടിപ്പിച്ച ഒരു മാധ്യമമാണ് പച്ചവെളിച്ചം. അതുകൊണ്ട് ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ആദ്യമായിട്ട് ബേബി മെമ്മോറിയൽ, അനാമിയ ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിയിട്ട് വാർത്ത നൽകിയ മാധ്യമമാണ് പച്ചവെളിച്ചം. കാരണം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ രാത്രികളിലും ഒരു അസുഖം വന്നാൽ, പ്രത്യേകിച്ച് നെഞ്ഞുവേദന വന്നാൽ മരിക്കുക എന്നല്ലാതെ വേറെ ഒരു ഗതിയും പരഗതിയും പയ്യന്നൂരിലെ ആശുപത്രിയിൽ ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവട്ടെ, ആളുകൾ ചാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പയ്യന്നൂരിൽ വരട്ടെ, ഉണ്ടാവട്ടെ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അനാമിയ ബേബി മെമ്മോറിയൽ ആവുന്ന സമയത്ത് പച്ചവെളിച്ചം പിന്തുണച്ച് വാർത്ത നൽകിയത്. അതേ പച്ചവെളിച്ചം തന്നെ അവിടെ അറവ് നടക്കുകയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം പച്ചവെളിച്ചം അവരെ കുറിച്ച് വാർത്തകൾ നിരവധി തവണ നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ഡോക്ടർമാരല്ല അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അത് അവിടുത്തെ സിഇഒയും മാർക്കറ്റിംഗ് ടീമുമാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവര് രോഗിയെ പേഷ്യന്റ് അല്ലെങ്കിൽ രോഗിയായിട്ടല്ല കാണുന്നത്, കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഡോക്ടർമാർ അവിടുത്തെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ അത് ഡോക്ടർമാര് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാഹചര്യം എന്താണ്? നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരൂല, നേരെ പ്രിസ്ക്രിപ്ഷൻ അടുത്തേക്കാ പോകുന്നത്, ഫാർമസിയിലേക്ക്. എന്താ പയ്യന്നൂരിന് ഒരു പുതിയ ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ചേരുവയോടുകൂടി വെറും അറവ് നടത്തുക, അതിനനുസരിച്ചുള്ള ചികിത്സയോ എത്ര ചികിത്സാ പിഴവ് അവിടെ ഉണ്ടായിട്ടുണ്ട് പലരും പറയാറില്ല. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു ഗുണ്ടാ സംഘത്തെ പോലെ അവരവിടെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സംവിധാനമുണ്ട്. പലരെയും ഭയപ്പെടുത്തും. അങ്ങനത്തെ ആ ഒരു രീതിയാണ് ഇവിടെയുള്ളത്. ആർക്കും പുറത്തുപോയി സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, ഉത്തരവാദിത്തം ഏതും ഡോക്ടറെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ആരോടെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു PRO ഉണ്ടാവും, ഒരു ലേഡി ഉണ്ട് PRO, അവരോട് സംസാരിക്കുക. അതിന് മുകളിലുള്ള ആളോട് സംസാരിക്കാൻ അവരെ ഒരിക്കലും കാണാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. CEO ഉണ്ട്, നിരൂപുണ്ട്. അവിടെ സിഒനെ പോലുള്ള ആളുകൾ നമുക്ക് കാണാനോ അവരോട് കാര്യങ്ങൾ ചോദിക്കാനോ അവിടെ ഉണ്ടായ വിഷയങ്ങൾ പറയാനോ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. അവിടെ ഇപ്പം നടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നാടകം. ഇപ്പം അവിടെ യുവജന സംഘടനകൾ, DYFI, യൂത്ത് കോൺഗ്രസ്, AYF, BJP തുടങ്ങിയ ഈ കുട്ടിയുടെ അപകടകരമായ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയ മാർച്ച് പ്രകടനത്തിന് അവസാനം പോലീസ് അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ്. സ്വാഭാവികമായിട്ടും ജനക്കൂട്ടം വരുന്ന സമയത്ത് പോലീസ് സംരക്ഷിക്കണം. പക്ഷെ വെടിവിട്ട് ഈ ഗൂഢസംഘത്തെ, ഈ കൊലയാളി സംഘത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനില്ല. പോലീസ് എന്ത് ചെയ്യണം? അവരെ സംരക്ഷിച്ചോട്ടെ. ആ ഹോസ്പിറ്റലിൽ ഞാൻ അന്ന് രാവിലെ പോലും കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഞാൻ അന്ന് രാവിലെ അതിന് മുന്നിൽ വെച്ച് ലൈവ് ഇട്ട സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അടിച്ചു പൊളിക്കുന്ന സംവിധാനം, അതിലേക്കും വൈകാരികമായിട്ട് ഈ വിഷയത്തെ നമ്മൾ കാണും. ആരും കാണും. ആ കുട്ടിയുടെ മുഖം കണ്ട
പറ്റുള്ള മുഴുവൻ ആളുകളും അത് ആ രീതിയിൽ തന്നെയാണ് ഇതിനെടുക്കുക. കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു രാത്രി കുട്ടി മരിച്ച വിവരം അറിഞ്ഞതിന് ശേഷം. അന്ന് രാത്രി തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ എനിക്ക് കിട്ടുന്നത്. കാരണം അതിന്റെ ഓരോ വാർത്തകളും കൃത്യമായിട്ട് ലൈവായും മറ്റും ചെയ്ത മാധ്യമം എന്നുള്ള രീതിയിൽ അതിൽ ഓരോ വിഷയങ്ങളും ഓരോ ഡെവലപ്മെന്റും ഞാൻ അറിയുന്നുണ്ട്. ആ സമയത്ത് കുട്ടി മരിച്ച വിഷയം ഞാൻ ആദ്യം തന്നെ രാത്രി തന്നെ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കാരണം നമ്മളൊരു മാനസികമായിട്ട് വലിയൊരു പ്രയാസത്തിൽ ആണ് എനിക്കുണ്ടായിരുന്നത്. വലിയ പ്രയാസമാണ് ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് ഒരു കുട്ടിയുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രയാസമില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മനുഷ്യന്മാർക്ക് അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ തരുമോ? മനുഷ്യത്വം ഇല്ലാത്തവർക്ക് ഇത് പറയില്ല. ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ 12 മണിക്ക് ഉച്ചക്ക് പരിക്ക് പറ്റിയിട്ട് 12 മണിക്ക് എത്തി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ ബ്ലീഡിങ് അടക്കം നിന്നു എന്ന് പറഞ്ഞു. പൊട്ടിയ താടിക്ക് ആണ് ചെറിയ ഒരു കീറുണ്ടായത് കളിക്കുന്ന സമയത്ത് വീണിട്ട്. അത് പിന്നീട് അവിടെ നിന്ന് പോയി, ആ ബ്ലീഡിങ് പോയി. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സർജറി നടത്തണം. അങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. പ്ലാസ്റ്റിക് സർജൻ വന്നതിന് ശേഷം, അതും ലേഡിയാണ്, അവർ വന്നതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ അനസ്തീഷ്യ ഡോക്ടറെ വിളിച്ചു വരുത്തുന്നത്. അനസ്തീഷ്യ ഡോക്ടർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 2 ഡോക്ടർമാരുടെ അഡ്വൈസ് പ്രകാരം, അവരുടെ തീരുമാനപ്രകാരം ആണ് അനസ്തീഷ്യ ഡോക്ടർ കൊടുക്കുന്നത്. അനസ്തീഷ്യ എത്ര കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നതിനെ കുറിച്ചൊക്കെ പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം, അതുകൊണ്ട് ഈ 3 ഡോക്ടർമാരെയും അതിൽ നമ്മൾ കേസിൽ പ്രതിയാക്കി കക്ഷി ചേർക്കണം. ഒന്നാം പ്രതിയാക്കേണ്ടത്, അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്, ഒന്നാം പ്രതിയാക്കേണ്ടത് അവിടെ ഡോക്ടർമാർക്ക് അവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരെ കസ്റ്റമറായി കണ്ട് അവരിൽ നിന്ന് മാക്സിമം ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ ചികിത്സ നൽകി അവരുടെ കയ്യിലുള്ള മുഴുവൻ കാശും പിടുങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സിഇഒ അടക്കമുള്ള അവിടെ എൻറ്റയർ മാർക്കറ്റിംഗ് ടീമിനെതിരെ കേസെടുക്കാൻ പയ്യന്നൂർ പോലീസ് തയ്യാറാവണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പറയേണ്ടത്. അല്ലാതെ ഈ 3 ഡോക്ടർമാർക്ക് എന്താണ് അവസ്ഥ എന്നറിയോ നിങ്ങൾ? ഡോക്ടർമാർക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. ഒരു ഡോക്ടർ അല്ല. നമ്മൾ പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ ഹെഡ് ആരാണ്? സൂപ്രണ്ടാണ്. നമ്മൾ പലപ്പോഴും പറയില്ലേ, അത് നിയന്ത്രിക്കുന്ന ഒരു സൂപ്രണ്ടാണ്, അത് ഡോക്ടറാണ്. ഇവിടെ ആരാണ്? നിരൂപ് ഡോക്ടറാണോ? നിരൂപല്ല അവിടുത്തെ സിഇഒ. അദ്ദേഹത്തിന്റെ കീഴിൽ വളരെ വിദഗ്ധരായിട്ടുള്ള മാനേജ്മെന്റ് വിദഗ്ധന്മാരായ മാനേജറിയൽ സ്റ്റാഫ് ഉണ്ട്. അവരാണ് അവിടെ ഒരു രോഗി വന്നാൽ അവരെ കസ്റ്റമറായി കണ്ട് അവർക്ക് എന്ത് ചികിത്സ നൽകണം എന്ന് നിശ്ചയിക്കുന്നത് അവരാണ്. ഒരു ചികിത്സക്ക് വന്ന് ഇത്ര പൈസ അവിടെ ആയിക്കൊള്ളണം എന്നുള്ള ഒരു കോട്ട നിശ്ചയിച്ചുകൊണ്ട് അവിടുത്തെ ഡോക്ടർമാരെ അവരുടെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. ഇതാണ് ഈ കുട്ടിയുടെ ഒരു ചെറിയ മുറിവ് പറ്റിയ ഒരു കുട്ടിക്ക് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് എത്താനിടയാക്കിയ സാഹചര്യം. അതാണ് പരിശോധിക്കേണ്ടത്. അതാണ് പയ്യന്നൂർ അഡ്രസ് ചെയ്യേണ്ടത്. അതിന് അഡ്രസ് ചെയ്യണം. അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ട പുതിയ നിയമപ്രകാരം എന്താണ്? എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാൽ ഹോസ്പിറ്റൽ ആക്രമിച്ച് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, മനുഷ്യരുടെ പ്രൊട്ടക്ഷൻ ആക്ട് കൊടുത്തുവിടാ. നമ്മുടെ രോഗികൾക്ക് ചില അവകാശങ്ങളില്ലേ? ഞാൻ ഏത് മരുന്ന് നമ്മുടെ പയ്യന്നൂരിലെ നമ്മുടെ ആരോഗ്യ രംഗത്ത് പയ്യന്നൂർ വിടും എല്ലാ സ്ഥലത്തും നമ്മുടെ രോഗികളുടെ അവകാശം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? എന്താ അവസ്ഥ എന്നറിയാം? ഇവർ എഴുതിയ മരുന്ന് നമുക്ക് എന്താ മരുന്ന് എഴുതിയത്? ഇപ്പൊ എനിക്കൊക്കെ അത്യാവശ്യം മരുന്ന് എഴുതിയത് തരും, ഞാനത് നോക്കും. എന്താ അവസ്ഥ? ചില സമയത്ത് ഇത് ഇവിടുന്ന് മണിക്കണോ? അത് ഇവിടെ ഏത് കമ്പനി ഉണ്ടാവുക? ഇവരായിട്ട് ടൈപ്പുള്ള കമ്പനിയുള്ള മരുന്നാണ് ഉണ്ടാവുക. അത് ചിലപ്പോൾ നല്ല കമ്പനി ആവണമെന്നില്ല. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ ഫാർമസി, ഈ ഓരോ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഏത് ഹോസ്പിറ്റലാവട്ടെ, ഏത് ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ ഫാർമസിയാണ്. ഈ ഫാർമസി, അതാണ് ഞാൻ ഗുണ്ട് മരുന്ന് എന്ന് പറഞ്ഞത്. ഞാൻ എത്ര പോരാട്ടം നടത്തി എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഈ ആശുപത്രികൾക്കെതിരായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? അന്നേരം എന്നെ തെറി വിളിക്കാനാണ് ഈ ഗുണ്ട് മരുന്നിന്റെ മരുന്ന് മാഫിയ പോലുള്ള ആളുകൾ ഇവിടെ വന്നത്. ഞാൻ ഇവരൊന്നും പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷമാണ് പയ്യന്നൂരിൽ വലിയൊരു കെട്ടിടമുണ്ട്, വലിയൊരു ഹോസ്പിറ്റലുണ്ട്, താലൂക്ക് ആശുപത്രി. ഇവിടുത്തെ ഈ സ്വകാര്യ സഹകരണ മേഖലകളിലെ സ്വകാര്യ മേഖലയിൽ സഹകരണ മേഖലയിൽ ഞാൻ ഒരേ രീതിയിൽ കാണുന്നില്ല. അത് അങ്ങനെ കാണുന്നത് തെറ്റായ ഒരു സമീപനമാണ്. അതിൽ മെച്ചമുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനേക്കാൾ മെച്ചമാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിലുള്ള ആശുപത്രി. വലിയ കെട്ടിടമുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സംവിധാനങ്ങൾ അവിടെയുണ്ട്. അവിടെ അത് ഒരു തരത്തിലും നന്നാക്കാൻ വിടാതെ
അവിടെ ആവശ്യത്തിന് ചികിത്സ ലഭ്യമാകുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവർക്കെതിരെ ഈ താലൂക്ക് ഹോസ്പിറ്റലിനും അവിടുത്തെ സംവിധാനത്തിനെതിരെ നിരന്തരമായി പറയാൻ വേണ്ടി തുടങ്ങി. അന്നേരം ഞാൻ എന്തായി, സ്വകാര്യ ഡോക്ടർമാരുടെ ശിങ്കിടിയായി അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ഞാൻ ആരോഗ്യത്തെ തകർക്കാൻ, ഗവൺമെന്റ് ആശുപത്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്നാണ് അവിടെയുള്ള നമ്പർ 1 പുള്ളിയായിട്ടുള്ള ഇപ്പോഴത്തെ ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള PRO യുടെ നേതൃത്വത്തില് അവിടെ ജാക്സൺ എഴിമലയുടെ നേതൃത്വത്തിൽ അവിടെ എന്ത് നടത്തിയത്, വലിയ ക്യാമ്പയിൻ നടത്തിയത്. അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുരോഗമനവാദികളായ ആളുകൾ എത്ര ആളാണ് ഉണ്ടായത്. 25 വർഷക്കാലത്തെ ഡോക്ടറുടെ സേവനത്തെ കുറിച്ചൊക്കെ പുകഴ്ത്താൻ വേണ്ടി ഒരേ ഹോസ്പിറ്റലിൽ 10-15 കൊല്ലക്കാലം ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ. എന്തിനാ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം? ഞാൻ അതിലേക്ക് ഒന്ന് പോകുന്നു. ഞാൻ അങ്ങനെയാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ദാരുണമായ മരണമല്ല, അത് കൊലപാതകമാണ്. ഈ കൊലപാതകം ഉണ്ടാക്കിയത് ഇതിൽ ഡോക്ടർമാരെ മാത്രം ബലിയാടാക്കിയിട്ട് അങ്ങനെ രക്ഷപ്പെടാന്നുള്ള ധാരണ ആർക്കും വേണ്ട. അവിടുത്തെ CEO ആയിട്ടുള്ള നിരൂപനും അവരുടെ മെഡിക്കൽ ടീമിനും എതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. നരകത്തേക്ക് കേസെടുക്കണം. മനഃപൂർവ്വമല്ലാത്തത് എന്താ വകുപ്പെങ്കിൽ അതിന് ആ വകുപ്പിട്ട് കേസ് എടുക്കാൻ വേണ്ടി തയ്യാറാവണം. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മളെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർമാർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റൂല, ചോദ്യം ചെയ്തുകൂടാ. അന്നേരം ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് IMA ഉണരും. എന്താ IMAക്ക് എന്താ, പയ്യൂരിലെ IMAക്ക് എന്താ മുണ്ടാട്ടം മുട്ടിയ എന്തൊക്കെ പറയാത്തത്? നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പയ്യൂരിലെ IMA നിൽക്കുന്നത്? നിങ്ങൾ നിലപാട് പറയാൻ വേണ്ടി തയ്യാറാവണം. ഈ കുട്ടിയുടെ ദാരുണമായിട്ടുള്ള മരണം അഥവാ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഡോക്ടർമാരുടെ സംഘടനയായ പയ്യന്നൂരിലെ IMAക്ക് പറയാനുള്ളത്? IMAയുടെ പരിപാടിയെല്ലാം നമുക്കറിയാലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില ഏതെങ്കിലും ബോർഡിൽ ഏതെങ്കിലും ഡോക്ടർ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ അത് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ഇവരോട് IMAയോടൊപ്പം നിൽക്കാത്ത ഡോക്ടർമാരെ ക്രൂശിക്കുന്ന സമീപനം എടുക്കുന്ന ആൾക്കാരാണ് ഈ IMA. അത്ര ഈ IMA അങ്ങനെ അധികമൊന്നും വളഞ്ഞൊന്നും വേണ്ട പയ്യന്നൂരിൽ. നിങ്ങൾ നിലപാട് പറയണം. എന്താ നിങ്ങളുടെ നിലപാട്? ഈ ഡോക്ടർമാരാണോ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട്, ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പയ്യന്നൂരിലെ IMA എന്ന് പറയുന്ന ഡോക്ടർമാരുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നിലപാട് എന്താണെന്ന് അവരെന്തുകൊണ്ട് പറയുന്നില്ല? അത് പറയണ്ടേ? നിങ്ങളുടെ നിലപാട് നമുക്ക് അറിയണ്ടേ? ഇതിൽ കുറ്റക്കാരെ ഡോക്ടർമാരാണോ? ആണെങ്കിൽ അവർക്കെതിരെ ആണെങ്കിൽ എന്തുകൊണ്ട്, അവരല്ലെങ്കിൽ എന്തുകൊണ്ടല്ല ഇതിലേക്ക് എത്തിയ സാഹചര്യം? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വാട്സപ്പിൽ ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട്. അത് ചില ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് എന്ന് പറഞ്ഞ് മാപ്പ് കുട്ടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു സാധനം അത് എനിക്ക് പല ആൾ അയച്ചു തന്നിനി. അത് ഏത് ഡോക്ടർ എഴുതിയതാന്ന് ഒരു തെളിവില്ല. അതിൽ പറയുന്ന കുറെ വസ്തുതകളുണ്ട്. അത് നമ്മൾ ആലോചിക്കേണ്ട പറഞ്ഞാൽ, ഈ ബേബി മെമ്മോറിയലിനെ പോലെ തന്നെ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന കച്ചവട താല്പര്യമുള്ള പല ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്, കണ്ണൂരുണ്ട്. ഒന്ന് ചെയ്യുമ്പോൾ വേറെ ഒന്നിന് വളവാൻ വേണ്ടിയിട്ട് പണ്ട് ശ്രീചന്ദ് ഹോസ്പിറ്റലുമായി ഒരു മരണവുമായി ബന്ധപ്പെട്ട് പച്ചവെളിച്ചം വാർത്ത നൽകുന്ന സമയത്ത് ഇപ്പൊ മൂക്കിൽ വലിക്കുന്നു പറഞ്ഞിട്ട് എനിക്കെതിരെ SP-ക്കൊക്കെ പരാതി കൊടുത്തിട്ട് എന്നെ വിടൂലെന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ അവിടെ പോയി നമുക്കറിയാം ഇങ്ങനെ കുറെ ആളെ വിടൂല, നമ്മ അതിന്റെ ആളാന്നെല്ലാം പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞോണ്ട് അതിലേക്ക് കൂടെ എല്ലാം പോകുന്നില്ല. എന്ത് ചെയ്തു അവര്? അന്നേരം എന്ത് ചെയ്തു പറഞ്ഞാൽ ശ്രീചന്ദിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പയ്യന്നൂരിൽ ഇവരെ മാർക്കറ്റിംഗ് ടീമുണ്ട്. ഈ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ടീമുണ്ട്. അതിലെ മാർക്കറ്റിംഗ് ടീമിലെ ആളുകൾ വന്ന് കാണുന്നത് ഞാൻ എത്ര വാർത്ത ഇവിടുത്തെ ആംബുലൻസ് ഡ്രൈവർമാരെ കണ്ടുകൊണ്ട് ഓരോ ചികിത്സക്കും അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സ്പോട്ടിൽ കൊടുക്കുന്ന പൈസയുണ്ട്. അങ്ങനെ എന്തെല്ലാം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ രംഗത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ പലപ്പോഴായിട്ട് പറഞ്ഞാണ്. ഞാൻ ഈ പൊന്നുമോന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പൊതുസമൂഹം, പോലീസും ശ്രദ്ധിക്കേണ്ട, IMA അടക്കമുള്ള സംവിധാനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ 3 ഡോക്ടർമാരെ അതിൽ ആദ്യമായിട്ട് അവര് പേരെടുത്ത് ഒറ്റപ്പെടുത്തി പറഞ്ഞത് ഈ CEO അടക്കമുള്ള അവിടുത്തെ മാർക്കറ്റിംഗ് ടീം, ഇതിന്റെ നടത്തിപ്പുകാർ പറഞ്ഞത് അനസ്തീഷ്യ അവസാനം എത്തുന്ന ഡോക്ടറെ നിങ്ങൾ ആരെ പൊട്ടണന്മാരാക്കുന്നത്? നിങ്ങളുടെ മെഡിക്കൽ സ്ട്രാറ്റജി പ്രകാരം അനസ്തീഷ്യ എന്തിനാ കൊടുക്കുന്നത്? ആദ്യം വന്ന ഒരു പരിക്ക് വന്ന കുട്ടിക്ക് വന്നപാട് അനസ്തീഷ്യ കൊടുക്കുക. നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കാൻ വേണ്ടി പോകുന്നത്? പയ്യന്നൂരിലെ ജനങ്ങളെയാ. പച്ച വിളിച്ചതെന്ന് പറയുന്ന ഒരു മാധ്യമം കൂടിയുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും ജനങ്ങളെ പൊട്ടന്മാരൊന്നും ആക്കണ്ട. നിങ്ങളെ പെഡിയാട്രീഷ്യൻ കുട്ടീനെ കണ്ടിട്ടുണ്ട് 12 മണിക്ക്. 6 മണിക്കാണ് കുട്ടീനെ ആംബുലൻസിൽ നിന്ന്, ഗുരുതരമായ അവസ്ഥയിലുള്ള കുട്ടി ആംബുലൻസിൽ നിന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അതുവരെ ഇത്ര മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. അതിന് ആ സമയത്ത് കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പോലീസ് അന്വേഷിക്കണതൊക്കെ ഒരു മെഡിക്കൽ ടീമിന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, DMO, അതുപോലെ തന്നെ പോലീസ് DYSP, ഡോക്ടറും
അതുപോലെ തന്നെ പിന്നെ വക്കീലടക്കമുള്ള ഒരു പിന്നെ ടീം ഉണ്ടല്ലോ, മെഡിക്കൽ ടീം ഉണ്ടാവല്ലോ, ഈ കേസ് അന്വേഷിക്കുന്നവരാണല്ലോ. അങ്ങനെ അവർ ഇതൊക്കെ പരിശോധിക്കണം. അവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഇതില് അവിടുത്തെ മാനേജ്മെന്റ് ടീം അടക്കമുള്ള ആൾ, ഈ 3 ഡോക്ടർമാരിലേക്ക് മാത്രം അന്വേഷണം തിരിച്ചാൽ പോരാ. ഇത് ഈ 3 ഡോക്ടർമാരിലേക്കും പ്ലാസ്റ്റിക് സർജറിയിലേക്ക് എത്തിച്ചത് അവിടുത്തെ മാനേജ്മെന്റിന്റെ രീതികളാണ്, അവരുടെ തീരുമാനങ്ങളാണ്. അതാവ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവിടെ രോഗിയല്ല, കസ്റ്റമറാണ്. അതുകൊണ്ട് ആ വിഷയം ആ അർത്ഥത്തിൽ കാണാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ പോലീസ് തയ്യാറാവണം. അവരുടെ പേരിൽ കേസെടുക്കണം, സമഗ്രമായിട്ട് വിഷയം അന്വേഷിക്കണം. ഉച്ചക്ക് 12 മണി മുതൽ 6 മണി വരെ ആ കുട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് എത്തി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്ക് അനസ്തീഷ്യ കൊടുത്തത്, എന്തൊക്കെ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയങ്ങൾ സംസാരിക്കപ്പെടുന്നുണ്ട്. അനസ്തീഷ്യ കൊടുക്കാനാണ് അനസ്തീഷ്യ ഡോക്ടറെ വിളിക്കുന്നത്. ആ അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടി അനസ്തീഷ്യ ഡോക്ടറെ വിളിക്കുന്ന സാഹചര്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് 3 ലേഡി ഡോക്ടർമാരാണ്, പെഡിയാട്രീഷ്യൻ ലേഡി ഡോക്ടറാണ്, പ്ലാസ്റ്റിക് സർജൻ ലേഡി ഡോക്ടറാണ്, അനസ്തീഷ്യ കൊടുത്ത ലേഡി ഡോക്ടറാണ്. അതുകൊണ്ട് ബേബി മെമ്മോറിയല് നിരൂപും ടീമും ഒക്കെ അനസ്തീഷ്യ ഡോക്ടറെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെ നിങ്ങൾ കയ്യിൽ ഇതെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ടു പോകാന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇതിന് പയ്യന്നൂർ പോലീസിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് എനിക്ക് പറയാനുള്ളത്, സമരം നടത്തിയ DYFI, യൂത്ത് കോൺഗ്രസ്, AYF, അതുപോലെ തന്നെ BJP-ക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിൽ സമഗ്രതയോടുകൂടി വിഷയത്തെ കാണാൻ വേണ്ടി തയ്യാറാവണം. നിങ്ങൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ കേസിലെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറയാൻ വേണ്ടി തയ്യാറാവണം. പച്ചവെളിച്ചം എന്ന് പറയുന്ന മാധ്യമം നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ തരികയാണ്. അല്ലാതെ ഈ 3 ഡോക്ടർമാർ പിന്നെ IMA കൃത്യമായിട്ട് വാ തുറന്ന് പറയണം എന്താ സംഭവം എന്ന്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, എന്നെ പല സ്ഥലത്തുള്ള ഡോക്ടർമാര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പണി മടുത്തു എന്നാണ് പറയുന്നത്. ഇത് പഠിക്കൽ MBBS ഒക്കെ പഠിക്കൽ തന്നെ വലിയ കഷ്ടപ്പാടാണ്. അതിനുശേഷം പിന്നെ അത് പരീക്ഷ എഴുതി പാസ്സാവൽ തന്നെ വലിയ കഷ്ടപ്പാടാവും. അതിനുശേഷം അവർ PG എൻട്രൻസ് കിട്ടാൻ അതിനെക്കാട്ടിയും കഷ്ടപ്പാടാണ്. അത് കിട്ടിയതിന് ശേഷം 3 കൊല്ലം PG പഠിക്കല്, അത് കഷ്ടമാണ്. അങ്ങനെ നിരന്തരമായിട്ട് ജീവിക്കാതെ പഠിച്ചിട്ടാണ് ഒരു ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. ആ ഡോക്ടർക്ക് ഇവർ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? ഈ ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? എത്രയാണ് കൊടുക്കുന്നത്? അതുപോലെ തന്നെ അവർക്ക് ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുന്നു. പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുന്നു. അത്രത്തോളം ആൾക്കാർക്ക് അവര് പിന്നെ ഇൻസെന്റീവ് കൊടുക്കുന്നു ഡോക്ടർമാർക്ക്. അത് നിൽക്കാത്ത ഡോക്ടർക്ക് അവർക്ക് പീഡനമാണ്. ജയിലറ പോലെ ഡോക്ടർമാരെ എന്ന് പറഞ്ഞ പല സ്ഥലത്തെ ഡോക്ടർമാര് എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ഡോക്ടർമാരെ മാത്രം ചാരിയിട്ട് ഈ രീതിയിൽ രക്ഷപ്പെടാമെന്നുള്ള ധാരണ ഒന്നും ആർക്കും വേണ്ട. പിന്നെ പോലീസ് നിങ്ങൾ അങ്ങനെ സംരക്ഷിച്ച് കളി എന്നുള്ള ധാരണ അതൊന്നും നിങ്ങൾക്ക് വേണ്ട. പയ്യന്നൂർ പോലീസ് ഈ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് എടുത്തില്ലെങ്കിൽ മാധ്യമങ്ങളെ കയറ്റിക്കൂടാ. മാധ്യമങ്ങൾ കയറ്റി എന്താ മാധ്യമങ്ങൾ എന്താ ഇവിടുന്ന് പിന്നെ പയ്യന്നൂർ ഒരു നാട്ടിലെ വിഷയങ്ങൾ പറയാ അവിടുത്തെ മാധ്യമങ്ങളാണ്. അതിൽ നല്ലത് ചീത്തയൊക്കെ ഉണ്ടാവും. പറയുന്നത് മനസ്സിലായില്ലേ? മാധ്യമങ്ങളിലും നല്ലത് ചീത്തയൊക്കെ ഉണ്ടാവും. നിരന്തരമായിട്ട് ആരോഗ്യരംഗത്തെ വിഷയങ്ങൾ പറയുന്ന മാധ്യമമല്ല പച്ചവെളിച്ചം. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് പിന്നെ നിലപാട് പറയാൻ വേണ്ടിയിട്ട് ഇവര് തയ്യാറാവണം, പോലീസ് തയ്യാറാവണം. ഞാൻ ഈ വീഡിയോ അധികം ഇതിലൊരുപാട് കമന്റ് വരുന്നുണ്ട്. ആ കമന്റിലേക്ക് വായിക്കാനൊന്നും ഞാനിപ്പം പോയിട്ടില്ല. ഇത് കുറെ ആൾ പിന്നെ പല കമന്റുകളും വരുന്നത്, അത് വായിച്ചിട്ട് ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആ കമന്റുകളെല്ലാം നോക്കും. അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇനി ഇത് ഒരു ഫസ്റ്റ് പിന്നെ ഉള്ള ഇതായിട്ട് ഇതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഇന്ന് 2 ഡോക്ടർമാരെ പോലീസ് വിശദമായി പിന്നെ അവരുടെ മൊഴികൾ എടുത്തു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പയ്യന്നൂരിലെ മാധ്യമങ്ങൾക്കൊന്നും അറിയില്ല. മറ്റുള്ള വലിയ മാധ്യമങ്ങളിൽ അങ്ങനെ മൊഴി എടുത്തു എന്ന് പറയും. കാരണം ഇവിടുത്തെ നടക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ പച്ചവെളിച്ചം എന്തായാലും അറിയാമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാം അകറ്റി നിർത്തപ്പെട്ട ആൾക്കാരാണ്. കാരണം ചില ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ പൈസ പണിക്കുന്ന എല്ലാവരോടും പൈസ പണിക്കുന്ന മാധ്യമമാണല്ലോ പച്ചവെളിച്ചം. അതൊന്നും എനിക്ക് വിഷയമല്ല. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ജോലിയില്ലേ, നല്ലതിനെ ചീത്ത വിളിക്കുക, അതുപോലെ തന്നെ തൂറിത്തോപ്പിക്കുക എന്നെല്ലാം പറഞ്ഞില്ല. അങ്ങനത്തെ വാക്കെല്ലാം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ കുറെ പടുജന്മങ്ങൾ ഇതിന്റെ മുഴുവൻ ഉഡായിപ്പ് നടത്തുന്നവരാണ് ഇത്തരം സത്യസന്ധമായ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമത്തെ ചീത്ത വിളിക്കാൻ വേണ്ടി തയ്യാറാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇരുന്ന് വിളിച്ചാലൊന്നും പേടിക്കുന്നവനൊന്നല്ല. പച്ചവെളിച്ചത്തിന്റെ രാജീവൻ എന്ന് ഇവരോടൊക്കെ പറയാം. ഞാൻ പയ്യന്നൂരിലെ ആ പൊന്നുമോന്റെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യം സമഗ്രമായിട്ട് പരിശോധിക്കണം. നിർബന്ധമായിട്ടും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പിന്നെ CEO അടക്കമുള്ള ആളുകൾ അതിൽ കേസിൽ പ്രതി ചേർക്കണം. ഡോക്ടർമാരിൽ മാത്രം ഒതുങ്ങാൻ വേണ്ടി പാടില്ല. 1.
രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് IMA എന്ന് പറയുന്ന ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനക്ക് ഇതിലെന്താണ് നിലപാട് എന്ന് അവർ പറയാൻ വേണ്ടി തയ്യാറാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആ ഒരു വിഷയവും നമ്മൾ അതിനെ കാണണം. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെയല്ല. അവിടെ വെച്ചാൽ പിന്നെ 12 മണി മുതൽ 6 മണി വരെ ഈ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. ഞാൻ അവിടുത്തെ അവർ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. കുട്ടിയുടെ ബ്ലീഡിങ് ഒക്കെ നിന്നിനി. അതിനുശേഷമാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഇവരെ കച്ചവടമാണ്. അതിനെ ആ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾ തയ്യാറാവണം. ഞാൻ സിന്ധുലേഖ ചേമഞ്ചേരി എന്ന് പറയുന്നവരുണ്ട്. രോഗികൾക്ക് എന്താ അവകാശം നിങ്ങളൊന്ന് പറഞ്ഞേ. ഹോസ്പിറ്റൽ പണ്ട് പയ്യന്നൂരിലുണ്ടല്ലോ, ഞാൻ അടിച്ചു പൊളിക്കുന്നതിന് ന്യായീകരിക്കുന്നൊന്നല്ല. പയ്യന്നൂരിൽ പലപ്പോഴും മരണം ഉണ്ടായ സമയത്ത് ഡോക്ടറെയൊക്കെ അടിച്ച ഡോക്ടറെ തല്ലിയ ഒരാളാണ് ഞാൻ. ആരേത് ഡോക്ടറെ തല്ലിയെന്ന് നാട്ടിനറിയാലോ. BKM ഹോസ്പിറ്റലിൽ പണ്ട് സാർ ഹോസ്പിറ്റലായിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മുതൽ നമ്മൾ പറഞ്ഞു ആരോഗ്യരംഗത്ത് ഇന്ന് ഇടപെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് ആ തല്ലിയത് ശരിയെന്നല്ല പറയുന്നത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റൽ ആക്രമിച്ചിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. എത്ര ഹോസ്പിറ്റലുകള്. അതൊരു ശരിയായ മാർഗമാണ് എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, രോഗികൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് ഇവിടുത്തെ ആരോഗ്യ വകുപ്പും ആരോഗ്യ സംവിധാനങ്ങളും പറയട്ടെ. നമ്മളെ ഒരു രോഗിക്ക് പിഴവ് സംഭവിച്ചു, ഇപ്പം തന്നെ പറയുന്നുണ്ടല്ലോ, മെഡിക്കൽ ടീമിന് വിട്ടു. ഈ മെഡിക്കൽ ടീമിൽ ഒരു സ്ഥലത്ത് പല ആൾക്കാരും ഈ വാർത്തകളിൽ കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന്. എന്നാ എന്താ അർത്ഥം? ഇവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തും. ഇത് ഡോക്ടർമാർ, നമ്മളെ പയ്യന്നൂരിലെ ഡോക്ടർമാർ, അതുപോലെ തന്നെ ഈ ഒരു മരണം മൊത്തത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഡോക്ടർമാർക്ക് അവരുടെ ജോലിയിൽ ചില വെല്ലുവിളികളൊക്കെ ഉണ്ട്. അതൊന്നും കാണാത്ത ഒരു മാധ്യമ പ്രവർത്തകനോ ഒന്നുമല്ല ഞാൻ. അവരിത് പഠിച്ചു വരുന്നു, അവരുടെ പഠിപ്പിന്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞു. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് ഒന്നുമല്ല ഇതിന് കാരണം. ഡോക്ടർമാരുടെ പിഴവായിട്ട് ഇതിന് എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് ഇവരുടെ കച്ചവട താല്പര്യം കൊണ്ട് ഒരു എന്ത് വന്നാലും ഇത്ര രൂപ ആക്കിയിട്ടും എന്ന് പറഞ്ഞാൽ ഒരു പൊട്ട് വന്ന് ചെറിയ മുറിവുമായിട്ട് വന്നാൽ അവിടെ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് എത്തിച്ചോളാം. ടാർഗറ്റാണ് ഡോക്ടർമാർക്ക്. പിന്നെ ഈ MBA ഒക്കെ പഠിച്ച ഇവന്റെ ഒക്കെ ടാർഗറ്റിന് നിൽക്കുന്ന ഡോക്ടർമാരെ സമ്മതിക്കണം. നിങ്ങൾ നാട്ടിലിറങ്ങി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ചികിത്സിച്ചാൽ ജനങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഫീസ് വന്നിട്ട് നിങ്ങളെ തലയിൽ വെച്ച് നടക്കൂലേ? ഇവിടെ അത്ര ജനസമ്മതരായ ഡോക്ടർമാർ, കുഞ്ഞിക്കണ്ണ ഡോക്ടർ, സഹകരണ ഹോസ്പിറ്റലിലെ കുഞ്ഞുമാത്തിലെ കുഞ്ഞിക്കണ്ണ ഡോക്ടർ പോലുള്ള ഡോക്ടർമാരില്ല ഇവിടെ. അങ്ങനെ എത്ര ഡോക്ടർമാരുണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇതിൽ വല്ല ആൾക്കാരും പറയുന്നുണ്ട്, രാജുവായിട്ട് ഡോക്ടറായാലും അതിന്റെ ഓർഡർ മാനേജർ ആയാലും ഒരുത്തനെ വെറുതെ വിടാൻ പാടില്ല, എല്ലാത്തിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഡോക്ടർമാരെ മാത്രം അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ അവരെ പിന്നെ DYFI ഉള്ള സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും BJPയും ഉള്ള സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ സമയത്ത് ഇവിടെ വന്ന ഇവിടുത്തെ CEO അടക്കമുള്ള ആളുകൾ അനസ്തീഷ്യ ഒരു രോഗി വന്നപാട് ആദ്യം തന്നെ നോക്കൽ അനസ്തീഷ്യ ഡോക്ടറെ നോക്കൽ CEO നിരൂപ ആരംഗ പഠനാക്കുന്നത്. 12 മണി മുതൽ 6 മണി വരെ ആ പൊന്നുമോനും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാന ഘട്ടത്തിലാണ് അനസ്തീഷ്യ കൊടുത്ത ഉടനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കുട്ടിയുടെ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഡോക്ടർമാർക്ക് ഉണ്ടാവണം. എന്ത് കച്ചവടക്കാരനും കൊള്ളക്കാരനും അതിന്റെ മുതലാളിയായാലും നമ്മുടെ മുന്നിലെത്തുന്ന രോഗിയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി സമയമെടുത്ത് അവരെ പരിശോധിച്ച് രോഗനിർണയം നടത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുന്ന ഓത്ത് പ്രകാരമുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ ആരെ പഠിക്കുന്നത്? പയ്യന്നൂരിലെ ഡോക്ടർമാര്, ഇങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാര്, നിങ്ങൾ ആരെ പഠിക്കുന്നത്? നിങ്ങളെ ആരാണ് പിന്നെ സമ്മർദ്ദത്തിലാക്കുന്നത്? നിങ്ങൾ പറ. നിങ്ങൾ IMA തുറന്നു പറയണത് ഡോക്ടർമാർക്ക് ടാർഗറ്റ് നിശ്ചയിക്കുന്നുണ്ടോ ഇല്ലയോ? അത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ ആൾക്കാരുടെ ഉള്ളു. അതുകൊണ്ട് പയ്യന്നൂരിലെ ഏറ്റവും വലിയ കൊള്ളക്കാർ ഇവരാണ്. അതുകൊണ്ട് മറ്റുള്ളവർ കൊള്ളക്കാരല്ല എന്നൊന്നല്ല പറയുന്നത്. എല്ലാ സ്ഥലത്തും ഇതിന്റെ മറ പിടിച്ചിട്ട് എത്തുന്നു. രോഗിക്ക് ഒരു അധികാരവുമില്ല, അവകാശവുമില്ല. ഏത് മരുന്ന് എഴുതുന്നു, എന്ത് മരുന്ന് എഴുതുന്നു, എപ്പം കാണിക്കണം, എങ്ങനെ കാണിക്കണം. ഓരോ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ പോലും സമയം. സഹകരണ ഹോസ്പിറ്റലിൽ പയ്യന്നൂര് ഇരിക്കാൻ പറ്റുന്നുണ്ടാ? അവിടെ കാലുകുത്തി നിൽക്കാൻ പറ്റുന്നുണ്ടാ? അന്നേരം പറയാം നല്ല ചികിത്സയാവുണ്ടല്ലോ പോകുന്നു പറയുന്നു. അത്യാവശ്യം വില കുറവുണ്ട് അവിടെ പോകുന്നു. അവിടെ രോഗിക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം പോലും ഇല്ല. നിൽക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടോ അവിടെ? ശരിക്കും പറഞ്ഞാല് ഇല്ല. അങ്ങനെ പയ്യന്നൂരിലെ ആരോഗ്യ രംഗം കുത്തഴിഞ്ഞിട്ടാണ് ഉള്ളത്. അതില്
പിന്നെ കൊള്ളക്കാരായിട്ടുള്ള ഒരു ടീമായിട്ട് ഈ BAB മെമ്മോറിയൽ ഹോസ്പിറ്റൽ വന്നു. അവർ നടത്തിയിട്ടുള്ള അവരുടെ കച്ചവട താല്പര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കുട്ടിയുടെ മരണത്തിന്, അതിനെ മരണം എന്ന് വിളിക്കുന്നതോടെ എനിക്ക് യോജിപ്പില്ല. അത് കൊലപാതകം എന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതൊരു കൊലപാതകമാണെന്ന്. ആ കൊലപാതകത്തിന് കാരണം അതിനിടയാക്കിയ പിന്നെ അവിടുത്തെ മാനേജ്മെന്റ് അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ആ ചികിത്സിച്ച ഡോക്ടർമാർ, അവരെ കുറിച്ച് വ്യക്തവും ശക്തവുമായ രീതിയിലുള്ള പരിശോധന നടത്തി അവർക്ക് യുക്തമായ നടപടി ഇതിലുണ്ടാവണം. ഇനി പയ്യന്നൂരിലൊരു വേറൊരു കുട്ടിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. BAB മെമ്മോറിയലിന്റെ നിരൂപ ആൾക്കാരൊക്കെ ഈ പച്ചവളിച്ചല്ല മറ്റെല്ലാ ചാനലുകളും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ വരുന്ന കമന്റ് എടുത്ത് പരിശോധിച്ചാൽ മതി. നിങ്ങൾ എന്താണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം. എന്താ അവസ്ഥ? എത്ര പൈസ? ഒരു പനിക്ക് പോയാൽ 2000 റുപ്യ, എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന് 5000 റുപ്യ, 8000 റുപ്യ, ചെറിയൊരു ഓപ്പറേഷൻ ആയാലും 40000 റുപ്യ, 50000 റുപ്യ. വലിയ ഓപ്പറേഷൻ ആണെങ്കിലും പിന്നെ പറയും വേണ്ട, ജീവനും ഇല്ല, ചികിത്സയും പണവും പോയി ആളും ഇല്ലാത്ത ഒരു വലിയൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ആ വിഷയം വളരെ ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, അത് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ പണ്ട് നേരിട്ട് സമരം നടത്തിയ ആൾക്കാരാണ്. ശ്രദ്ധ ഹോസ്പിറ്റല്, BKM ഹോസ്പിറ്റല്, അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രസവ സംബന്ധമായും അല്ലാത്തതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യക്ഷ സമരത്തിൽ മുന്നണി പോരാളിയായിട്ട് പങ്കെടുത്ത ആളാണ് ഞാനൊക്കെ. ഇന്ന് എന്റെ ശക്തി, എന്റെ മാധ്യമം എന്ന് പറയുന്നത്, എന്റെ ഉപാധി എന്ന് പറയുന്നത് മാധ്യമമാണ്. അതിലൂടെ ഞാൻ ശക്തമായി പോരാട്ടം നടത്തും. ഞാൻ പയ്യന്നൂരിലെ ജനങ്ങളെ പിന്നെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അവരോട് എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യവും പറയും. എനിക്ക് പറയാനുള്ള ഞാൻ അതാണ് പയ്യന്നൂരിലെ ജനങ്ങളോട് പറയുന്നത്. ഇതിൽ ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല. ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ഇതിന്റെ പിന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അതെല്ലാം പറയും. നിങ്ങളൊന്നും ഇതൊന്നും വെച്ചിട്ടൊന്നും നിങ്ങളെ ഈ പിന്നെ മാസ്മരികത കൊണ്ടോ നിങ്ങളെ അതുപോലെ തന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അമേരിക്ക നിയമമാണ് നമ്മളെ പയ്യന്നൂരിൽ. അമേരിക്കൻ കമ്പനി നിയന്ത്രിക്കുന്ന ഇവരെല്ലാം സായിപ്പന്മാർ, നിരൂപ സായിപ്പ്, അവിടുത്തെ ഓരോ മാനേജർമാർ, സായിപ്പുമാർ, ഇതേതാ നാട്? പയ്യന്നൂരാണ്. പയ്യന്നൂരിനൊരു പാരമ്പര്യം. കേരളമാണ്, കണ്ണൂർ ജില്ലയാണ്, പയ്യന്നൂരാണ്. അതിനൊരു പാരമ്പര്യമുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പിന്നെ ഇതൊന്നും പ്രതികരിക്കുന്ന, ഒരു നല്ല പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു നാടായി നാട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു 5 രൂപ കുറക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കാട് വിളിച്ചുകൂടാ. വിളിച്ചവരെ കിട്ടൂല. അല്ലോ ആരെടുക്ക് നിൽക്കും? അവിടുത്തെ PRO എന്ന് പറയുന്ന ഒരു ലേഡി അവിടുത്തെ PROയിൽ അതെല്ലാം നിൽക്കും. അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സ്ത്രീയാണ്. ഞാൻ അവരെ ആ രീതിയിലൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതിന് മുകളിലൊരു കാര്യം പറയണമെങ്കിലോ ഈ തമ്പുരാക്കന്മാരൊന്നും കിട്ടൂല. ഇവരെല്ലാം അമേരിക്കയിലെ വലിയ അമേരിക്കയിൽ താമസിക്കുന്നവരാണ്. ഇവരെല്ലാം മണിക്കുന്ന പൈസ ഈ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസയാണ്. ലക്ഷക്കണക്കിന് റുപ്യ ശമ്പളം മണിക്കുന്നത് ഇവരൊക്കെ, ഈ മാനേജർമാർ. അവരാണ് രോഗികളെ കസ്റ്റമർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വലിയ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പിന്നെ വിളിച്ചാൽ കിട്ടൂല. അത് പറയുന്നത് മനസ്സിലായില്ലേ? ഇവന്റെ ഒന്നും പരസ്യം ചോദിക്കാൻ നമ്മൾ ഇന്ന് വരെ പോയിട്ടില്ല. ഇവന്റെ പരസ്യം നമുക്ക് വേണ്ടെന്നാലും. ഇങ്ങനത്തെ അവരൊന്നും പരസ്യവും നമുക്ക് വേണ്ട. നമുക്ക് അങ്ങനെ പരസ്യം എടുക്കുന്നുമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരാൾക്കും ഇവിടുത്തെ പല മാധ്യമങ്ങളും പറയാറുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആരാന്ന് ഇതിന്റെ മുതലാളി എന്ന് പറയില്ല. അവിടെ PRO ഇതെല്ലാം തടസ്സപ്പെടും. ഇപ്പം നിങ്ങൾ കയ്യും കെട്ടി നിൽക്കുന്നുണ്ടിനാ, ജനങ്ങളെ ശക്തി കണ്ടിനെങ്ങാ. DYFIക്കാരുടെ മുമ്പിൽ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുമ്പിലും അതുപോലെ തന്നെ പിന്നെ BJPക്കാരുടെ മുന്നിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്ന കണ്ടിനെങ്ങ. അതാണ് ജനങ്ങളുടെ ശക്തി, നാടിന്റെ ശക്തി, ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ നിന്റെ മുതലാളിയൊന്നും വരൂല. പിന്നെ ഇതിന്റെ ഫണ്ട് കൊടുത്ത ആളൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും തന്നെ വേണം. അതുകൊണ്ട് അവരോട് മാന്യമായിട്ട് പെരുമാറാൻ പോലും തയ്യാറായിട്ടില്ല. അത് പനക്കൽ ബാലകൃഷ്ണൻ BJPയുടെ നേതാവ് ഇവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ടായി. നിങ്ങളൊരു അറവശാലയാണ്, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നില്ല, ഒരു കാര്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. ആരോടാ പറയേണ്ടത്? പച്ച വെളിച്ചത്തിനെ വിളിച്ചിട്ട് എത്ര ആളാണ് ഇവിടുത്തെ ഓരോ കാര്യം പറയേണ്ടത്? അവര് പറയാൻ തെളിവ് തയ്യാറാവണ്ടേ? തെളിവ് തരാൻ തയ്യാറാവണ്ടേ? തെളിവ് ഇല്ലാതെ എങ്ങനെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും? അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പയ്യന്നൂരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ മരണത്തിലെ പ്രധാനപ്പെട്ട കാരണക്കാർ അതിന്റെ മാനേജ്മെന്റാണ്. മാനേജ്മെന്റിനെതിരെ നിങ്ങൾ കേസെടുക്കണം. അതുപോലെ ഡോക്ടർമാർക്കെതിരെ നിങ്ങൾ അന്വേഷണം നടത്തി കേസെടുക്കണം. അതുകൊണ്ട് ഒരു പാവന്നല്ല, ഒരു അനസ്തീഷ്യ ഡോക്ടറുടെ മേളിൽ ഇതെല്ലാം ചാർത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടാന്നുള്ള ധാരണ ഒന്നും ഒരു മാനേജർക്കും അതുപോലത്തെ CEOക്കും പയ്യന്നൂരിൽ വേണ്ട എന്നതാണ് പറയാനുള്ളത്. ഇതിന് കൃത്യവും വ്യക്തവുമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ പച്ച വെളിച്ചെന്ന് പറയുന്ന മാധ്യമം ജനങ്ങളുടെ മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ പോരാടും. അതിൽ ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊന്നും അങ്ങനെയൊന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോവും, അങ്ങനെ മാറി അങ്ങ് പോവും.
കുട്ടി പോയവർക്ക് പോയി എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. ഇതിൽ നമ്മളെ വീട്ടിലൊരു കുട്ടി മരിച്ച രീതി തന്നെയാണ് പയ്യന്നൂരിലെ ജനങ്ങൾ ഇതിനെ കാണുന്നത്, നാട് കാണുന്നത്. അതിനൊരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നാട് തയ്യാറാവും. മാധ്യമം എന്നുള്ള രീതിയിൽ അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവും എന്നാണ് പറയാനുള്ളത്. ഞാൻ ചുരുക്കുന്ന എന്റെ പോയിന്റ് ഇതാണ്. അതിന് സിഒ അടക്കമുള്ള ഇതിന്റെ മാനേജിംഗ് കമ്മിറ്റിയെ കേസിലെ പ്രതിയാക്കണം. അന്വേഷണം നടത്തില്ലേ അവരുടെ റോള് കൃത്യമായിട്ട് പരിശോധിച്ച് പഠിച്ചിട്ട് പ്രതിയാക്കണം. പ്രതിയാക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അവിടെ വരുന്ന രോഗിയായിട്ട് കാണാതെ, പേഷ്യന്റ് ആയിട്ട് കാണാതെ, കസ്റ്റമർ ആയിട്ട് കാണുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പൊട്ടലും മുറിവും വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി നടത്താൻ എന്നുള്ള നിർബന്ധമുള്ള സംവിധാനം അവിടെയുണ്ട്. അതുപോലെ പല രീതിയിലുള്ള ടെസ്റ്റും ചെയ്യണം എന്ന് പറയുന്ന സംവിധാനം അവിടെയുണ്ട്. അങ്ങനെയുള്ള രോഗികളെ കൊല ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടുത്തെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ മാനേജ്മെന്റിനെതിരായിട്ട് പോലീസ് ശക്തമായ അന്വേഷണം നടത്തി അവരെ പ്രതിപട്ടികയിൽ ചേർക്കണം. അതുപോലെ ഡോക്ടർമാർ ഇതിൽ ഉത്തരവാദിയായ ഡോക്ടർമാരെ അതിൽ പ്രതിപട്ടികയിൽ ചേർക്കാൻ വേണ്ടി തയ്യാറാവണം. പയ്യന്നൂർ ഡോക്ടർമാരുടെ സംഘടന IMA മൗനവ്രതം അവസാനിപ്പിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്നാണ് നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതില് നമ്മുടെ ഈ മെഡിക്കൽ ടീമിലുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ വികാരത്തെ മാത്രമല്ല, 12 മണി മുതൽ 6 മണി വരെ ആ കുട്ടി അവിടെ ഉണ്ടായിട്ട് ആ കുട്ടിക്ക് എങ്ങനെ ഇങ്ങനത്തെ ഗുരുതരാവസ്ഥയിലേക്ക് പോയി, അതും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഉച്ചക്ക് 12 മണി മുതൽ 6 മണി വരെ ആ കുട്ടി ഉണ്ടായിനി. ആ കുട്ടിക്ക് എങ്ങനെ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തപ്പെട്ടു, അതിന്റെ സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ബോർഡ് തയ്യാറാവണം. അത് പഠിക്കണം. ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി 2 വർഷത്തെ സമരമെല്ലാം കൊണ്ട് ഉഷാറാക്കിയിട്ട് വീട്ടിൽ കടന്നുറങ്ങിയ കളയാന്നുള്ള ധാരണ യുവജന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈവെടിയണം. അവര് ഇതിന്റെ ഫോളോ അപ്പ് വർക്ക് നടത്താൻ വേണ്ടി തയ്യാറാവണം. നിങ്ങൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ഇടപെട്ടത് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. നിങ്ങളുടെ ആത്മാർത്ഥത കൂടുതൽ വെളിവാക്കുന്ന രീതിയിലുള്ള തുടർ ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയും ആവശ്യമാണെങ്കിൽ നിങ്ങൾ അവിടത്തേക്ക് അല്ലെങ്കിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് അല്ല IMAയുടെ കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾ മാർച്ച് നടത്താൻ വേണ്ടി തയ്യാറാവണം. ആ കുട്ടിയുടെ ജീവന്, ആ കുട്ടിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിന്റെ ഒപ്പരം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉണ്ടാവണം. അത് നിർബന്ധമായിട്ടും അവരുടെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇവിടെ വന്നിട്ട്. ആൻജിയോ ഇതിലോ കമന്റ് വരുന്നുണ്ട്. ആ കമന്റ് എല്ലാവരും, എൻ്റെ പ്രിയ പ്രേക്ഷകര് എല്ലാവരും ഇതിൽ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കണം. പച്ചവെളിച്ചം കൊടുത്ത വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റ് വായിക്കണം. ഇതിന്റെ മാനേജർ CEO അടക്കമുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്, അത് ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിട്ട് എന്തെല്ലോ പറഞ്ഞു പോകുന്ന ടീമല്ല ഇത്. അത് യഥാർത്ഥ ഐഡിയിൽ നിന്ന് അവരെ അനുഭവങ്ങൾ അവർ പറയുന്നത് അത് കാണാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഇതിൽ കൃത്യതയും വ്യക്തതയും ആയിട്ടുള്ള സമീപനം ഈ ഒരു കേസിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർ വാർത്തകളുമായി ബന്ധപ്പെട്ട് പച്ചവെളിച്ചം വരും. ഞാൻ അവരുടെ മാതാപിതാക്കന്മാരെ കാണാൻ അന്ന് ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. കുട്ടിയുടെ മൃതദേഹവുമായിട്ട് അവിടെ വരുന്ന സമയത്ത് ഞാൻ ഇവിടെയില്ല, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റില്ല. ഞാൻ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അത്തരം വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ പച്ചവെളിച്ചം പയ്യന്നൂർ ആരോഗ്യ രംഗത്ത് കൃത്യതയും വ്യക്തതയും ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാവും. നല്ല ഡോക്ടർമാരെ മുമ്പിലും പിന്നിലും നിന്ന് സംരക്ഷിക്കാനും പച്ചവെളിച്ചം ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.